അപ്പോൾ സോറി ചേച്ചി അല്ലേ? ചേച്ചി എവിടെ വീട്? ഇടയിലക്കാട് തന്നെയാണ്. ഇവിടെ എത്ര സ്റ്റേജ് ഉണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട്? ഒരു സ്റ്റേജ്. ഇതെല്ലാം ഓരോ ആൾക്കാരുടെ സ്റ്റേജ് ആണോ? ഓരോരോ വ്യക്തികളുടെ സ്റ്റേജ്, കുടുംബശ്രീയുടെ സ്റ്റേജ്. അപ്പൊ ഈ കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്ന സാധാരണ നെല്ലൊക്കെ കൊണ്ടുവന്ന കളം പാടം എന്നൊക്കെ പറയുന്നത് പോലെ ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇത് സ്റ്റേജ്. ഒരു സ്റ്റേജിന്റെ കമ്പാണ് ഈ കാണുന്നത് അല്ലേ? ഈ സ്റ്റേജിന്റെ അടിയിൽ എന്താ ഉള്ളത്? കല്ലുമ്മക്കായ. അടിയിൽ മുങ്ങിയാണോ എടുക്കുക? എന്താ ചെയ്യാ? ഇതൊരു കയറില് വിത്തിട്ടിട്ട് തൂക്കിയിട്ട് ഇടുവായിരുന്നു. ആണോ? ഉദാഹരണത്തിന് നമുക്കൊന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇപ്പൊ ഇതിനകത്തൊക്കെ ധാരാളം അതായിരിക്കുന്നു. ഇതുണ്ടോ കല്ലുമ്മക്കായ? ഇതിലിങ്ങനെ കയറ് കെട്ടിയിട്ടിട്ടുണ്ടാവും അല്ലേ? കയറ് കെട്ടിയിട്ടേക്കുന്ന കല്ലുമ്മക്കായാണ്. പ്രഷറാണ്, നല്ല വെയിറ്റ് ഉണ്ട് അപ്പാ. ഇതിങ്ങനെ അത്ര പെട്ടെന്ന് പൊക്കിയെടുക്കൽ സാധ്യമല്ല. ഇതാണ് കല്ലുമ്മക്കായ. ഇതിങ്ങനെ കയറിൽ കെട്ടിത്തൂക്കിയിടും. ഇതെങ്ങനെ എന്താ കെട്ടിത്തൂക്കി ഇടുന്നത്? ഇതിനകത്ത് വിത്തിടും അല്ലേ? ഇത് എത്ര നാളെടുക്കും ഈ വിത്ത് ഒരു പാകമായിട്ട് വരാൻ? 4 മാസം. 4 മാസം എടുക്കും അല്ലേ? 5 മാസം അങ്ങനെ എടുക്കും. അപ്പൊ ഇതിപ്പോ നമ്മൾ കണ്ട ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവും? ഇതിപ്പം 2 മാസം. 2 മാസമായിട്ടുണ്ടാവും. ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞാലേ? 3 മാസം വേണ്ട. ഈ മാസം ലാസ്റ്റ് അങ്ങനെ ഇത് വളർന്നു കഴിഞ്ഞു എടുക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഇതിപ്പോ ഏകദേശം എത്ര കിലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? 4 കിലോ ഉണ്ടാവും. ഇത് പൊളിച്ച എത്ര കിട്ടും? ഇത് മൊത്തം ഇങ്ങനെ കൊടുക്കലാണ്. മൊത്തം ഇങ്ങനെ കൊടുക്കുക. അപ്പൊ 1 കിലോയ്ക്ക് ഇപ്പൊ എത്രയുണ്ട് വില? 200. അപ്പൊ 800 രൂപ കിട്ടും. ഇതിൽ ഓരോ കയറിനും 800 രൂപയുടെ കിട്ടും ശരാശരി അല്ലേ? അപ്പൊ ഒരു 3 മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാം അല്ലേ? അപ്പോ ഇപ്പൊ എങ്ങനെയാ പോകുന്നത്? നല്ല ഡിമാൻഡ് ഉണ്ടോ കല്ലുമ്മക്കായക്ക്? ഉണ്ട് അല്ലേ? അപ്പോ കല്ലുമ്മക്കായ അങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് കൃഷി ചെയ്യുന്നതാണ്. ഈ കല്ലുമ്മക്കായ കൃഷി ചെയ്യാതെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കല്ലുമ്മക്കായ ഉണ്ട് അല്ലേ? അതായത് കല്ലുമെന്ന് പറിച്ചെടുക്കും. അതിന് വിത്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നമുക്ക് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കല്ലില്ല, പക്ഷെ കയറില്ല. അപ്പൊ ഇത് നമ്മൾ പേര് മാറ്റി കയറുമ്മക്കായ. കല്ലിൽ ആണ് സാധാരണ ഇത് ഈ വിത്ത് വന്ന് പിടിക്കുന്നത് അല്ലേ? എന്നിട്ടാണ് അത് വളരുന്നത് അല്ലേ? അതിൽ പറിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് ശരിക്കും. അപ്പൊ ഇത് കൃഷിയാണോ ഇത് ജീവിയാണോ? കൃഷി. ഇത് കൃഷിയാണ്. അപ്പൊ കല്ലുമ്മക്കായ വെജാണോ നോൺ വെജാണോ? അത് പ്രസക്തമായ ചോദ്യമാണ് അല്ലേ? വിത്തെടുത്താണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേര് സ്റ്റേജ് എന്നാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ ഏകദേശം എത്ര കയറുകൾ ഇങ്ങനെ കെട്ടാൻ പറ്റുമായിരിക്കും? 250. വലിയ സ്റ്റേജിന് ഒരുപാട്, ചെറിയൊരു സ്റ്റേജിന് 250. ഇത് കെട്ടിയിട്ട് പോയാൽ മതിയോ? വേറെ പണിയൊന്നും ചെയ്യേണ്ടത്? നമ്മൾ ഒന്നും പണിയില്ല, കെട്ടിയിട്ട് പോയാൽ മതി. കെട്ടിയിടുന്ന പണിയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. ഇതാരും അടിച്ചോണ്ട് പോകത്തില്ലല്ലോ? ഇല്ല, അടിച്ചോണ്ട് പോവുകയും ചെയ്യില്ല. അല്ല, പിന്നെ വലിയ പറമ്പിലെ ആൾക്കാരൊക്കെ വളരെ സത്യസന്ധരായ മനുഷ്യരാ അല്ലേ? കാസർകോട്ടെ മനുഷ്യരൊക്കെ നല്ല കിടു മനുഷ്യരാ. അപ്പോൾ 3 മാസം കൊണ്ട് നമുക്കിത് കൃഷി ചെയ്തെടുക്കാനും പറ്റും അല്ലേ? ഇത് ആരൊക്കെയാ? നിങ്ങളെല്ലാവരും വന്ന് ചെയ്യാറുണ്ടോ? സോനു ചേച്ചി ഇറങ്ങാറുണ്ടോ? ഉണ്ട്. ഇതിനിപ്പോ വലിയ ആഴമുണ്ടോ ഈ സ്ഥലത്ത്? നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതിനകത്ത് തോണിയിൽ വന്നാണോ കൃഷി ഇത് കെട്ടിയിടുന്നത്? നമ്മളവിടുന്ന് കരക്കുന്ന ഇത് തുന്നി കൊടുക്കലാണ്. കട്ടല് ഇവര് വന്ന് കെട്ടിക്കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2.5 മാസം കഴിയുമ്പോ വന്ന് ഇതേപോലെ കയറെടുത്തിട്ട് പോകും അല്ലേ? കയറയച്ചിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ കരക്കിട്ടിട്ട് അത് ചവിട്ടിയിട്ട് ഇതാക്കിയിട്ട് കഴുകി. അപ്പൊ വെള്ളം മഴയൊക്കെ പെയ്താൽ എന്ത് ചെയ്യും? മഴ പെയ്ത് വെള്ളം വന്നാൽ കൂടിയാൽ അതിനുമ്പ് എടുക്കണം അല്ലേ? പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ ആ സമയത്ത്? ഇല്ല, അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? കൊള്ളാൻ കിട്ടും, നല്ലൊരു ആദായമാണ്. അപ്പൊ ഈ കായൽ കൃഷി ചെയ്യുന്നതിന് വേറെ അനുവാദം വല്ലതും വേണോ? നിങ്ങൾക്ക് ലൈസൻസ് വേണം അല്ലേ? അതാരാ ലൈസൻസ് കൊടുക്കേണ്ടത്? പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? പഞ്ചായത്ത് ഉദാരമായിട്ട് ലൈസൻസ് കൊടുക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ കൃഷി ചെയ്ത വലിയ പറമ്പിലെ കവായി കായലിലാണുള്ളത്. നിങ്ങൾക്ക് കാണാം ധാരാളം സ്റ്റേജുകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ മനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ ചീനവല കണ്ടിട്ടുണ്ടാവും കൊച്ചിയിൽ വരുമ്പോൾ. അപ്പോൾ കൊച്ചിയിലെ ചീനവല പോലെ സൗന്ദര്യമുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ കവായി കായലിലെ സ്റ്റേജിൻ്റെ നടുക്കൂടി ഇങ്ങനെ തോണി തുഴഞ്ഞു പോവുക. അതിനിടയ്ക്ക് നമ്മുടെ സജീവ മാഷിൻ്റെ പാട്ടൊക്കെ കേൾക്കുക അല്ലേ? സജീവ മാഷേ, ഉഷാറാണ് കാര്യങ്ങളൊക്കെ പഞ്ചായത്തില് അല്ലേ? BPL പഞ്ചായത്തായിട്ട് സ്വരാജൊക്കെ അടിച്ചല്ലോ. സ്വരാജ് അടിച്ചു. അത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്.